നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നയനയും ആദർശം അറിയുന്നുണ്ട് കേട്ടോ. നമ്മൾ കനകയാണെങ്കിൽ നവ്യയെ കാണാൻ വേണ്ടി പോകുന്ന കാര്യമൊക്കെ എല്ലാ സത്യങ്ങളും പറയാനൊക്കെ അങ്ങനെ നയനെ അങ്ങനെ വിഷമിച്ചിട്ട് ഇരുന്നിട്ടാണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇനി അമ്മയാണെങ്കിൽ എല്ലാ സത്യങ്ങളും ചേച്ചിയെടുത്ത് വിളിച്ച് പറയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ജ്വല്ലറിയിൽ മാനേജറായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്തെന്ന് പറയുന്നത് കൊണ്ടാണ് ഇത്ര ആവേശം. അതുകൊണ്ടാണ് അമ്മ ഇത്ര ആവേശത്തോടാണെങ്കിൽ പോയിരിക്കുന്നത്. ഇനി ആ ആവേശം കൊണ്ടാണെങ്കിൽ അമ്മ എല്ലാ സത്യങ്ങളും വിളിച്ച് ചേച്ചിയെടുത്ത് പറയുമോ എന്നൊക്കെ ഒരു സംശയവും ഒരു ടെൻഷനൊക്കെ നമ്മൾ നയനയ്ക്കും പിന്നെ ആദർശനും ഉണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മൾ അഭിയാണെങ്കിൽ ദേവ്യാൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല അമ്മായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ദേവ്യാനി പറയുന്നുണ്ട്, എന്താ ശരിയാവാൻ, അവളാണെങ്കിൽ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ചിലപ്പോൾ കൊല്ലുമായിരിക്കും എന്നൊക്കെ നല്ല കൂളായിട്ട് നമ്മൾ ദേവ്യാനി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ടിട്ടാണെങ്കിൽ നമ്മൾ അഭിയാണെങ്കിൽ ഇങ്ങനെ കണ്ണും തള്ളിയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിലും നമ്മളെ കനകയും നവ്യയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കനകയാണെങ്കിൽ ആ ദേഷ്യത്തിലാണെങ്കിൽ നവ്യ അടുത്ത് പറയുന്നുണ്ട്, നിൻ്റെ പിന്നെ ചന്തുമോളുടെ അച്ഛന് നിൻ്റെ ഭർത്താവ് അഭിയാണെന്ന് കേട്ടോ. ഇത് കേട്ടിട്ട് കുറച്ചൊന്ന് ഷോക്കായിട്ടൊക്കെ നമ്മൾ നവ്യ നിൽപ്പുണ്ട് കേട്ടോ. ഇനി പിന്നെ കുറച്ച് നേരം ഇങ്ങനെ അനങ്ങാതെയൊക്കെ നിന്നിട്ട് നവ്യ തിരിച്ച് പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും അറിയാൻ വയ്യ. ഇനി നവ്യ ആണെങ്കിൽ കനകയ്ക്ക് വയറ് നിറയെ കൊടുക്കുമോ അതോ ഇനി അഭിക്ക് ചെന്നിട്ട് നല്ല രീതിയിൽ അഭിക്ക് കൊടുക്കുമോ എന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.